നമുക്ക് മീൻമുട്ട കൊണ്ടുള്ളൊരു ഐറ്റം പരിചയപ്പെട്ടാലോ? ഇപ്പം മീൻമുട്ടയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതായിരിക്കും ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. സാധാരണ കേട്ടിട്ടുള്ള മീൻമുട്ട തോരൻ, മീൻമുട്ട പൊരിച്ചത് അതൊന്നും അല്ല കേട്ടോ ഇത് വളരെ സിമ്പിളാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ സമയത്ത് കിട്ടാൻ സുലഭമായതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാത്തവർ ചെയ്തു നോക്കണേ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് പറയണേ. ഇതുപോലെ തന്നെയാണോ ചെയ്തിട്ടുള്ളതെന്ന്, രുചി എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ട കിട്ടിയത്, ശകലം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകല ഉപ്പ്, അത്ര ഇട്ടിട്ടൊന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി അടപ്പത്തോട്ട് വയ്ക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എൻ്റെ വീട്ടിൽ സാധാരണ മുട്ട ഇങ്ങനെ പൊരിച്ചെടുക്കലാണ് പതിവ്. വെളിച്ചെണ്ണയിൽ മസാലപ്പൊടികളായിട്ട് പൊരിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇതെന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അമ്മച്ചി എപ്പോഴും പറയും നല്ല ടേസ്റ്റാണ് ഈ ഐറ്റം എന്ന്. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചപ്പോൾ തന്നെ ഞാൻ വീണു മക്കളെ, സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം മതി മക്കളെ ചോറുണ്ണാൻ, ഇത് മാത്രം മതി, ഇത്ര സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ച മുട്ട ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മുട്ട വെച്ച പാത്രത്തിൽ അരപ്പുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാഷ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ആ സമയത്ത് തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർക്കാം. പക്ഷേ ഇത്ര അളവ് ചേർക്കരുത്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഈ വെള്ളത്തിൽ കിടന്ന് ഈ മുട്ട വെന്ത് കുറുകി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവുണ്ട്. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ വെറും 3-4 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും വേണ്ട. പെട്ടെന്ന് വേകുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ മുട്ട, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മീൻ മുട്ടയുടെ സോഫ്റ്റ്നെസ് ഒട്ടും നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് പതുപതുവായിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഓടും അവരതുകൊണ്ട്. അത്ര സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മൂത്ത് വരുമ്പോൾ അത് മൂക്കാനുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി കുറവുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നോക്കി ചെയ്യാമത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടുന്ന പൊടിക്കനുസരിച്ച് വേണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവാണ്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പും കുറവാണ്, ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ്. ടേസ്റ്റ് ആണെങ്കിൽ പൊളിയാണ്. ഈ രീതിയിൽ ചെയ്യുന്നവരൊക്കെ കാണും കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇത് നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തു നോക്കൂ. ഏകദേശം പരുവാവാറായി. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഈ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരൈറ്റം, ഒരു സിമ്പിൾ ഐറ്റം, പക്ഷേ ടേസ്റ്റ് സൂപ്പർ. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ അതൊരു നഷ്ടം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.